ജോഗ്രഫി ഒക്കെ പഠിക്കുന്നുണ്ട്, പക്ഷെ വിവേകബുദ്ധി എന്ന് പറയുന്നത് ഇല്ല. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് അറിയില്ല. അതറിയാത്തതിൻ്റെ ഒരു റീസൺ, ചുറ്റും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അവർ ലീസ്റ്റ് ബോധേഡാണ്. അവർക്കൊന്നും അറിഞ്ഞുകൂടാ. എല്ലാ സ്കൂളിലും പോയി എത്ര കുഞ്ഞുങ്ങൾ പേപ്പർ വായിക്കുമെന്ന് ചോദിച്ചാൽ ഒരു 80 കുട്ടികളുണ്ടെങ്കിൽ ഒരു 5 പേരുടെ കൈ പൊങ്ങും. വീട്ടിൽ പേപ്പർ വരുത്താത്തവർ കൈ പൊക്കാൻ പറഞ്ഞാൽ ഒരു 5 പേര് പൊക്കും. ബാക്കി 75 പേരുടെ വീട്ടിൽ പേപ്പർ വരുത്തുന്നുണ്ട്, പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ അതൊന്നും വായിക്കുന്നില്ല. കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞിട്ട് എല്ലാവരുടെ കയ്യിലും ഒരു മൊബൈൽ ഫോണുണ്ട്, ഇല്ലേ? ഇനി ഇല്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാവട്ടെ. ഇപ്പം 8-ലൊക്കെ പഠിക്കുന്ന സ്കൂളിൽ ചെന്ന് 8ാം ക്ലാസ്സുകാരോട് ചോദിക്കാം, നിങ്ങളുടെ അമ്മമാർക്ക് എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ, ഇൻസ്റ്റഗ്രാം ഉണ്ടോ എന്ന് ചോദിച്ചാൽ 8ാം ക്ലാസ്സുകാരൻ 8ൽ പഠിക്കുന്ന ഒരു 85% കുഞ്ഞുങ്ങൾക്കും ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്. വീട്ടിലെ പാരൻസിന് അറിയാമോന്നറിയില്ല ഇതൊക്കെ ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു തിരുവല്ല. ഒരു കുഞ്ഞ് മിസ്സിംഗ് ആയിട്ട്. ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. അതിന് 4 ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് ഉണ്ടായത്, 4 എണ്ണം. അമ്മമാർക്കറിയില്ല. അമ്മമാരോട് റിക്വസ്റ്റ് ഉള്ളത്, നമ്മൾ ഒന്നിൽ ടെക്നോ സാവി ആവുക, നമ്മൾ ഇതൊക്കെ പഠിച്ച് നിൽക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ കഴിവതും ഈ സാധനം അവർ ഡിമാൻഡ് ചെയ്യുമ്പോൾ കൊടുക്കാതിരിക്കാം. ചെറിയ നിയന്ത്രണമൊക്കെ വയ്ക്കാം. മുഴുവൻ മാറ്റാൻ ഇനി പറ്റുമോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ കോവിഡ് സമയത്ത് നമ്മൾ അത്രയ്ക്ക് അവർക്ക് യൂസ് ചെയ്യാൻ കൊടുത്തല്ലോ. പെട്ടെന്ന് ഒരു ദിവസം ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ ഇവരുടെ മാനസികമായിട്ടുള്ള സൈക്കോളജിക്കലി എഫക്റ്റ് ചെയ്യപ്പെടാം. അത് വേണ്ട. പക്ഷെ ഗ്രാജുവലി അവരുടെ ചിന്ത വേറെ ഏതെങ്കിലും രീതിയിൽ തിരിച്ചുവിടാനൊരു ശ്രമം പാരൻസ് നടത്തണം. അതിനുള്ള എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ഡിറ്റർമിൻ ചെയ്യണം. ഐദർ കുഞ്ഞിനെ കൊണ്ട് നിർബന്ധമായും ന്യൂസ് പേപ്പർ വായിച്ച് ന്യൂസ് ഏതെങ്കിലും ബുക്കിൽ എഴുതിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു ചെറിയ കുഞ്ഞു പുസ്തകം, ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ വരുന്നത്, ഒരു ചെറിയ 1-2 ബുക്സ് കൊടുത്തിട്ട് അത് വായിച്ച് അതിൻ്റെ സമ്മറി എഴുതാൻ പറയുക. ഇല്ലെങ്കിൽ ഏതെങ്കിലും കളികളിലേക്ക് അവരെ ഡൈവേർട്ട് ചെയ്യാം. നീന്തൽ പഠിപ്പിക്കാം, ക്രിക്കറ്റിന് വിടാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസിന് വിടാം. ഇതൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. പക്ഷെ 24 മണിക്കൂറും ഇനി നമുക്ക് വെക്കേഷനാണ് 2 മാസം, ഫോണിൻ്റെ ഉപയോഗം കൂടുകയോ ഉള്ളൂ, കുറയില്ല. അത് നിങ്ങൾ കർട്ടൈൽ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ എനിക്ക് പാരൻസിനോടൊരു റിക്വസ്റ്റ് ഉള്ളത്, ഈ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വെൽബീയിങ് എന്താ പറയുക, സെറ്റിങ്സിൽ അറിയാമല്ലോ പാരൻസിന്. സെറ്റിങ്സ് എടുക്കുമ്പം ഈ സ്ക്രീൻ എത്ര നേരം ഉപയോഗിച്ചു എന്നുള്ളത് നമ്മളൊന്ന് വാച്ച് ചെയ്താൽ നന്നായിരിക്കും. പിന്നെ അതുപോലെ പാരൻസിന് മൊബൈൽ കൺട്രോൾ ആപ്സ് ഒക്കെ ഉണ്ട്. ഇപ്പം കുട്ടി എന്താണ് സൈറ്റാണ് നോക്കുന്നതെന്നൊക്കെ പാരൻസിന് അറിയാൻ കഴിയും. നിങ്ങൾ അറിയില്ലെങ്കിൽ അങ്ങനെ അറിയാവുന്ന ആരെങ്കിലും സഹായം തേടുക. കാരണം കുഞ്ഞ് ചിലപ്പോൾ ഇതൊക്കെ അറിയാതെ ആയിരിക്കും ചെയ്യുന്നത്, പക്ഷെ അറിഞ്ഞോ അറിയാതെയോ വലിയ പ്രോബ്ലംസിൽ ചെന്ന് ചാടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ചിലപ്പോൾ കുട്ടികളൊന്നും അവർ മനഃപൂർവ്വമായിരിക്കില്ല, അവർ ഏതെങ്കിലും പിക്ചേഴ്സ് അതൊക്കെ അവർ ആർക്കെങ്കിലും ഷെയർ ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതൊക്കെ തന്നെ മിസ്യൂസ് ചെയ്യപ്പെടാനും ഒക്കെ ഇട ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഒന്ന് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഉള്ളത്, എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത് പറയാൻ, എല്ലാ പാരൻസും കുഞ്ഞ് മക്കളാണല്ലോ നമ്മൾ ഇപ്പോൾ എല്ലാവരുടെയും പലരുടെ കയ്യിൽ കുട്ടികളുണ്ട്, ചിലരുടെ അടുത്തൊക്കെ കുഞ്ഞു കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട 2 ഗുണം എന്ന് പറയുന്നത്, ഒന്ന് സാഹോദര്യമാണ്, പിന്നെ രണ്ടാമത്തത് മനുഷ്യത്വം എന്നുള്ളതാണ്. ഈ 2 ഗുണം ഒരു കുഞ്ഞിന് പറഞ്ഞു കൊടുത്താൽ ആ കുഞ്ഞ് ഒരിക്കൽ പോലും ഇങ്ങനെ വലിയ ഒരു തെറ്റിലേക്ക് അറിഞ്ഞുകൊണ്ട് ചെന്ന് വീഴില്ല എന്ന കാഴ്ചപ്പാടാണ് എനിക്ക് എൻ്റെ കഴിഞ്ഞ 9 വർഷത്തെ സർവീസിൽ നിന്ന് കിട്ടിയത്. ഈ സാഹോദര്യവും മനുഷ്യത്വം എന്ന് പറയുന്നത് ശരിക്കും ഞാൻ പറഞ്ഞ കാര്യമല്ല, നമ്മുടെ ഭരണഘടന നമ്മുടെ കർത്തവ്യമായിട്ട് പറയുന്ന 2 കാര്യങ്ങളാണ്. ഭരണഘടനയിൽ നമുക്കെല്ലാവർക്കും അറിയാം, പത്രത്തിലൊക്കെ വരുമല്ലേ, നമ്മുടെ അവകാശം ലംഘിക്കപ്പെട്ടു എന്ന്. പക്ഷെ അവകാശത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അവനവൻ്റെ കടമ ചെയ്യുക എന്നുള്ളത്. കർത്തവ്യം, കടമ, ഈ വക കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. അതിൽ പറയുന്ന 2 കാര്യങ്ങളാണ് ഒരാൾക്ക്, ഇന്ത്യയിലുള്ള ഏതൊരു പൗരനും മുന്നിട്ട് കാണേണ്ട ഒരു കാര്യം ഹ്യൂമാനിസമാണ്. മനുഷ്യത്വപരമായിട്ടുള്ള വികാരം
ഉണ്ടാവുക എന്നുള്ളതാണ്. മറ്റൊരു ഹ്യൂമൻ ബീയിങ്ങിനെ മനുഷ്യനായി കാണാനും വേണ്ട കാര്യങ്ങൾ ചെയ്യാനുമുള്ള മനസ്സ്, അത് കുഞ്ഞു കാലത്തിലെ നമ്മൾ കുട്ടികളെ ശീലിപ്പിക്കേണ്ടതാണ്. രണ്ടാമതായി പറയുന്നതാണ് കോമൺ ബ്രദർഹുഡ്. അത് കുഞ്ഞുങ്ങൾക്കറിയാം. നമ്മളൊക്കെ സ്കൂൾ നാളുകളിലൊക്കെ പ്ലഡ്ജ് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഇന്ത്യനും എല്ലാ ഭാരതീയനും എൻ്റെ സഹോദരന്മാരാണ്. അത് പറഞ്ഞത് ഈ ഭരണഘടനയിൽ നമുക്ക് കോമൺ ബ്രദർഹുഡ് വേണമെന്ന് പറയുന്ന കർത്തവ്യബോധം വളർത്താനാണത് പറഞ്ഞു തന്നത്. ആ കർത്തവ്യബോധം നമ്മൾ സ്കൂളിൽ 12ാം ക്ലാസ് കഴിയുമ്പം നമുക്ക് എന്തോ മൂല്യച്യുതി വന്നുപോയി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത് നമ്മുടെ കർത്തവ്യമാണ് എന്ന് മനസ്സിൽ ഉൾക്കൊണ്ടല്ല നമ്മൾ പറഞ്ഞതും പഠിച്ചതും. അത് കുഞ്ഞുങ്ങളെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. നമുക്ക് എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യാനും സ്നേഹിക്കാനുമുള്ള ഒരു കടമയുണ്ട്, കർത്തവ്യമുണ്ട് എന്നുള്ളത്. പിന്നെ എല്ലാ കുഞ്ഞുങ്ങളും, പ്രത്യേകിച്ച് ആൺകുട്ടികളും എനിക്കറിയാം പെൺകുട്ടികളുള്ള പാരൻസിന് ഓൾറെഡി തന്നെ ഭയങ്കര മനസ്സിൽ ടെൻഷനാണ് അല്ലേ, പേപ്പർ വായിക്കുമ്പോഴൊക്കെ. അവരുടെ ടെൻഷനൊന്നും ഞാൻ കൂട്ടുന്നില്ല. കാരണം അവർ ഓൾറെഡി തന്നെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നതിൽ ഒരു ഒരു ഫെൻസിങ് കെട്ടിയിട്ടുണ്ട് അല്ലേ എല്ലാ പാരൻസും. പക്ഷെ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ആ ഫെൻസിങ് വയ്ക്കുമ്പോൾ തന്നെ കുഞ്ഞിൻ്റെ മനോവീര്യം കൂട്ടത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് ആ കുഞ്ഞ് പറയണം. ഒരു കാര്യം നടന്നാൽ നമ്മളോട് ഷെയർ ചെയ്യണം. അതിനുള്ള സാഹചര്യം നമ്മുടെ വീട്ടിലുണ്ടാക്കണം. ഇപ്പോൾ വരുന്ന പല കുഞ്ഞുങ്ങളും കോടതികളിലേക്ക് വരുന്ന പല കുട്ടികളുടെയും ബേസിക്കായിട്ടുള്ള പ്രശ്നം, അവർക്ക് അവരുടെ വീട്ടിലൊന്നും പറയാനുള്ള സാഹചര്യമില്ല. അച്ഛൻ തിരക്ക് പിടിച്ച ജോലിയാണ്, അമ്മ തിരക്ക് പിടിച്ച ജോലിയിലാണ്, രണ്ടുപേരും വൈകിട്ട് വരും, കുഞ്ഞുങ്ങളെ ട്യൂഷനാക്കും, 8:30 ആകുമ്പോഴത്തേക്ക് വിളിച്ചുകൊണ്ട് വരും. പിന്നെ ആകെ ഭക്ഷണം കഴിക്കുന്ന ടേബിളിൽ അതും 3 പേരും 3 മൊബൈലിലായിരിക്കും. അപ്പോൾ ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, പാരൻസും കുട്ടികളും തമ്മിൽ. അത് പാടില്ല. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കണം. നമ്മൾ യങ്ങർ ജനറേഷൻ പാരൻസിനൊക്കെ അത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമ്മൾ അവരെ ഫ്രണ്ട്ലി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതിലൊന്നും ഒരു തടസ്സവും ഇല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാട്. കാരണം നമ്മൾ അവരുടെ ഏറ്റവും നല്ല ഫ്രണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു വെൽവിഷറാണെന്ന് അവർക്ക് തോന്നിയാൽ അവരെല്ലാ കാര്യവും നമ്മളോട് ഷെയർ ചെയ്യും. അപ്പം അതിനൊരു സാഹചര്യം എല്ലാ വീട്ടിലും പാരൻസ് ഉണ്ടാക്കണം. പിന്നെ ആൺകുട്ടികളുടെ പാരൻസ്, അവരോട് ആൺകുട്ടികൾക്ക് നമ്മുടെ സമൂഹത്തിൽ, ഞാൻ പ്രത്യേകം പറയുന്നത്, നമ്മൾ പാട്രിയാർക്കിക്കലായിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ വളർന്നവരാണ് അല്ലേ. വീട്ടിൽ അച്ഛൻ എല്ലാ കാര്യങ്ങളും നോക്കുന്നു, ഇത് കണ്ടു വളർന്നവരാണ് നമ്മൾ. അപ്പോൾ ആൺകുട്ടികൾക്ക് വീട്ടിൽ കുറേയേറെ ഫ്രീഡം നമ്മൾ കൊടുക്കുന്നു അല്ലേ, തെറ്റില്ല. ഫ്രീഡം ആൺപെൺ വ്യത്യാസമില്ലാതെ നിർബന്ധമായി കൊടുക്കണം. കാരണം അതിൽ ഭരണഘടനയിലൊന്നും ഒരു വിവേചനമില്ല. ആണിന് പ്രത്യേക ഫ്രീഡം, പെൺകുട്ടിക്ക് പ്രത്യേകം, അങ്ങനെ ഇല്ല. പക്ഷേ സമൂഹത്തിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്, ആൺകുട്ടികൾക്ക് കുറച്ച് ഫ്രീഡം കൂടുതൽ കൊടുക്കാമെന്ന്. ആ ഫ്രീഡം ഇപ്പോഴുള്ള കുഞ്ഞുങ്ങൾ അത് ഒരുപാട് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അവർ പല തരത്തിലുള്ള തെറ്റായ വഴികളിലേക്ക് വീഴാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അത് കുഞ്ഞു കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ 8, 9 ഇരിക്കുന്ന കുട്ടികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ആ വാക്കുകളൊന്നും പറയുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ പാരൻസിനും മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ സുലഭമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകാനുള്ള സാധ്യത കൂടുതലാണ്. പെൺകുട്ടികളും പോകുന്നുണ്ട് ഇപ്പം, അതിനൊരു തർക്കവും ഇല്ല. പക്ഷെ നമ്മൾ ആൺകുട്ടി ആയതുകൊണ്ട് അവന് നിയന്ത്രണം ഇല്ല എന്നുള്ളത് വയ്ക്കരുത് വീട്ടിൽ. പെൺകുഞ്ഞിനെ എങ്ങനെയാണോ നമ്മൾ കെയർ ചെയ്യുന്നത് അതുപോലെ ആയിരിക്കണം ആൺകുട്ടിയും കെയർ ചെയ്യേണ്ടത്. കാരണം അവനും ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ബ്ലൂം ചെയ്ത് വരേണ്ട ഒരു നല്ല പുഷ്പമാണ്, നല്ല പൂവാണ്. ആ കുട്ടിക്ക് എന്തെങ്കിലും കേടുവന്നാലും നമുക്ക് ബുദ്ധിമുട്ടാണ് സഹിക്കാൻ. ആൺകുട്ടികൾ ഇപ്പോൾ ആസ് എ ജുഡീഷ്യൽ ഓഫീസർ, ജഡ്ജ് എന്ന നിലയിൽ കാണുന്നത്, ചെറിയ തെറ്റിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമുക്കവരെ രക്ഷിക്കാൻ തന്നെ സാധ്യത കുറവായിട്ടാണ് കാണുന്നത്. കാരണം ചിലപ്പോൾ ജയിലിലോട്ടൊക്കെ വിടേണ്ടി വരും, അല്ലെങ്കിൽ ജുവനൈൽ ഹോമിലേക്ക് വിടേണ്ടി വരും, ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റേണ്ടി വരും. ചെറിയ ചെറിയ തെറ്റുകളായിരിക്കും ആദ്യമേ ചെയ്യുന്നത്. പക്ഷെ പിന്നെ അബദ്ധങ്ങൾ കൂടി വലിയ തെറ്റിലേക്ക് ചെന്ന് വീഴുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ആദ്യം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെയാണ് വീട്ടിൽ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. സ്കൂളിൽ ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ നന്നായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്. വീട്ടിൽ പാരൻസ് അവരുടെ നല്ല ടീച്ചേഴ്സ് ആവുക അല്ലേ. നമ്മളെല്ലാവരും പറയും വീട്ടിൽ അച്ഛനും അമ്മയും
ഗുരുക്കന്മാരോടൊപ്പം നിൽക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ വലിയ കർത്തവ്യം നിങ്ങൾ അത് കർത്തവ്യ ബോധത്തോടെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരം ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.